ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓണമൊക്കെ ഇങ്ങ് അടുത്ത് വരുമല്ലേ, എന്തെങ്കിലും സ്പെഷ്യലൊക്കെ വേണ്ടേ? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? റാഗി പായസമാണ്. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഓണത്തിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അല്ലേ. ആദ്യം തന്നെ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എന്നിട്ട് ഈ റാഗി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം മിക്സിയിലോട്ട് ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു അരിപ്പ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ഒരു മിക്സ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കുറുക്കിയെടുക്കാം. കുറുക്കിയെടുത്ത ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് ആവശ്യം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ചവ്വരി, അതായത് സാഗോ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് സാഗോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചവ്വരി നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ ഒരു ചവ്വരി ഞാൻ ഒരു 1 അവർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അതിന് ശേഷം അടുപ്പത്ത് വെച്ചു. അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടായിട്ട് വരുമ്പം ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിലോട്ട് മാറും. അതാണ് കേട്ടോ ഇതിൻ്റെ പാകം. ഇത് ഇങ്ങനെ കിട്ടിയ ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം. ഇതിലോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് അങ്ങ് ഉരുക്കി വരുമ്പോൾ ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സും അതുപോലെ പൊട്ടുകടലയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് നെയ്യിൽ വറുത്ത് കോരിയെടുക്കാം. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യിൽ നന്നായിട്ടങ്ങ് ഈ ഒരു കാരക്കയും അതുപോലെ പൊട്ടുകടലയും നന്നായിട്ടങ്ങ് വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ. നെയ്യിൽ വറുത്ത് കോരിയെടുത്ത ശേഷം ഈ ഒരു ഉരുളിലോട്ട് തന്നെയാണ് തേങ്ങയുടെ 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. പിന്നീട് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള റാഗിയുടെ മിക്സ് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടതാണ് സാഗോ അല്ലെങ്കിൽ ചവ്വരി. അത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. അത് ഇതിലോട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. അധികം ബലം പ്രയോഗിക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഉടയാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഒരു മീഡിയം സ്പീഡിലിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലോട്ട് ആഡ് ചെയ്തതാണ് കരിപ്പെട്ടി അല്ലെങ്കിൽ പനശർക്കര. കടയിലെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു പനശർക്കര. ഇത് നന്നായിട്ടങ്ങ് വെള്ളം ചേർത്ത് ഉരുക്കി വെച്ചിരുന്നു. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടുകടലയുടെ മിക്സ്. അത് ഇതിലോട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് കൊടുത്ത ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു പൊട്ടുകടല നമ്മൾ അല്ലാതെയും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇത് മാറ്റി വെച്ചിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ നെയ്യിൽ വറുത്ത് കോരിയെടുത്തിട്ടുണ്ടായിരുന്ന പൊട്ടുകടലയും അതുപോലെ കാരക്കയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് ഇനി തേങ്ങയുടെ 1ാം പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണേ. നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു. എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പി കൂടിയാണ് കേട്ടോ ഈ ഒരു പായസം. ഇനി ഇതിലോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലേവറിനായിട്ട്. ഇത് ഞാൻ നേരത്തെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് അടിച്ചു വെച്ചതായിരുന്നു. അതുകൊണ്ട് അത് നമുക്ക് ഡയറക്റ്റ് കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പുറത്ത് വയ്ക്കുക. ഒന്ന് തണുത്ത ശേഷം സെർവ് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പി ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ചിൽഡ്രൻ ബൈ ബൈ, ടേക്ക് കെയർ.